കഴിഞ്ഞ ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസ്തംഭനം അത് ചർച്ചയാക്കിയിരുന്നു. എത്ര തുക ലഭിക്കാനുള്ളത് LDF സർക്കാരിന്റെ കാലത്തെ അവസാന ഗഡുവും UDF സർക്കാരിന്റെ കാലത്തെ ആദ്യ ഗഡുവും നൽകാത്തത് മൂലം വലിയ പ്രതിസന്ധികൾ നേരിടുന്നത് നമ്മൾ വാർത്തയായി നൽകിയിരുന്നതാണ്. ഏതായാലും ഇപ്പോഴിതാ ഈ വിഷയം ഏറ്റെടുക്കുകയാണ് CPIM. ഈ മാസം 30-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിലർമാർ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഓഗസ്റ്റ് 1, 3 തീയതികളിൽ തുടർ സമരം നടത്താനുമാണ് തീരുമാനം. സർക്കാർ ഫണ്ട് മുടങ്ങിയത് മൂലം പ്രതിസന്ധിയിലായ വാർത്താ റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചതും വിശദമായി ചർച്ച ചെയ്തതും. റഹീസ് റഷീദ് ചേരുകയാണ്. റഹീസ്, ഈ തദ്ദേശ ഫണ്ട്, പ്ലാൻ ഫണ്ട് മുടങ്ങുന്നത് മൂലം അനുഭവിക്കുന്ന ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ പദ്ധതികളൊക്കെ ഏത് രീതിയിൽ അത് ബാധിക്കുന്നു എന്ന് നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്നു, CPM ഈ വിഷയം ഏറ്റെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സമരപരിപാടികൾ? വിനീത, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണസ്തംഭനം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് CPIM ഈ വിഷയം ഏറ്റെടുക്കുന്നത്. ഈ മാസം 30-ാം തീയതി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധ പരിപാടിയാണ് CPIM സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഴുവൻ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും CPIM-ന്റെ കൌൺസിലർമാർ തിരുവനന്തപുരത്തെത്തി സെക്രട്ടേറിയറ്റിലേക്ക്, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അതിനുശേഷം അടുത്ത മാസം ഓഗസ്റ്റ് മാസം 1-ാം തീയതിയും 3-ാം തീയതിയും സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മാർച്ച് നടത്താനുള്ള തീരുമാനവും CPIM എടുത്തിരിക്കുന്നു. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള മാർച്ചിന് പാർട്ടി പ്രവർത്തകരും ഈ വിഷയത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന മറ്റുള്ള ആളുകളെയും കൂടി പങ്കെടുപ്പിക്കും. സജീവമായി ഈ വിഷയം നിലനിർത്തുക എന്നതാണ് CPIM കാണുന്നത്. പ്രത്യേകിച്ച് CPIM നേതാക്കൾ പറയുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ UDF-ന്റെ കയ്യിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് അവരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്നാണ് അർത്ഥമെന്ന് കൂടി CPIM നേതാക്കൾ പറയുന്നുണ്ട്. ഇവരുടെ സമരത്തിന് മുന്നോടിയായി ആദ്യ ഗഡു നൽകാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുമുണ്ട്. ശരി, ഏതായാലും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ വളരെയധികം പാലിയേറ്റീവ് കെയർ രംഗത്തായാലും ബഡ്സ് സ്കൂളുകളുടെ കാര്യത്തിലായാലും അങ്കണവാടിയിലെ പോഷകാഹാര വിതരണത്തിലൊക്കെ ആയാലും തദ്ദേശ ഫണ്ട് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഈ വിഷയം ഗൗരവമുള്ളതാണ് എന്നതുകൊണ്ട് തന്നെയാണ് CPM പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നത്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.